വിശ്വസിച്ച് എവിടുന്ന് ചായ കുടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചാനലുകളുടെ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അല്ലേ. കാരണം എന്താണ്, ചായയിൽ അതിന് മാത്രം മായം ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വ്യാജ ചായപ്പൊടി കണ്ടെത്താൻ മലപ്പുറത്തിന് പുറമെ മറ്റ് ജില്ലകളിലും പരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. കടുപ്പം കൂട്ടാൻ മായം ചേർക്കുന്നുവെന്ന റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇങ്ങനെ പറഞ്ഞ ഒരു വാർത്താ ചാനലില് ഒരു അവതാരിക പറയുന്നുണ്ട്, നമുക്കിതിന്റെ നിറം നോക്കിയിട്ടും മറ്റു ഒരു സംഗതികളൊക്കെ നോക്കിയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, മായം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളത്. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങുന്ന, ഇപ്പൊ എൻ്റെ വീട്ടിൽ നമ്മൾ സാധാരണ പല സമയങ്ങളിലായിട്ട് വാങ്ങുന്ന ചായപ്പൊടികൾ ഇവിടെ ഇങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആ അവതാരികയിൽ പറയുന്ന ഒരു ടെസ്റ്റിന്റെ കാര്യം നിറം നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതില് പറയുന്ന ഒരു കാര്യം കഴിയും. അതില് ഒന്നാമത്തെ ടെസ്റ്റ് അവർ പറയുന്നത്, നനഞ്ഞ പേപ്പറിലേക്ക് ഈ ചായപ്പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞ, പിങ്ക്, ചുവപ്പ് ഈ നിറത്തിലേക്ക് മാറുകയാണെങ്കിൽ അതിൽ മായം ഉണ്ട് എന്നതാണ്. അപ്പൊ നമ്മളെ മുന്നിൽ ഒരു A4 പേപ്പർ ഉണ്ട്. നമ്മൾ അതൊന്ന് ഇങ്ങനെ നനക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒന്നാണ്ട് നനച്ചിടുകയാണ്. കണ്ടില്ലേ, മൊത്തം നനച്ചിട്ടിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ഒരു ടെസ്റ്റ് പറയുന്നത്, ക്ലാസ്സിൽ വെള്ളം നിറച്ചിട്ട് അതിൽ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മായം കലർന്ന ചായപ്പൊടി ആണെങ്കിൽ മുകളിൽ അതിൻ്റെ കളർ വന്ന് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യണേ, വെള്ളം നിറച്ച് വെക്കുക കേട്ടോ. നമ്മുടെ അടുത്ത് 5 ഐറ്റം ചായപ്പൊടികളാണുള്ളത്. 3 കമ്പനി പാക്കറ്റുകളും പിന്നെ 1 നമ്മൾ എന്താ പറയുക ലൂസും വാങ്ങിയതാണ് കേട്ടോ. നമ്മൾ ആ ഒരു ടെസ്റ്റ് ഇങ്ങനെ ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് ആ ഒരു വാർത്ത കേട്ടതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് അതിൽ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. ഇത് നമ്മൾ ഈ ചായപ്പൊടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മളെ തൊട്ടടുത്തുള്ള കടകളിൽ നിന്ന് വാങ്ങുന്ന ചായപ്പൊടികളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ലൂസ് വാങ്ങിയ ചായപ്പൊടി ജസ്റ്റ് എടുക്കുന്നു. ഒരു സ്പൂൺ എടുത്തിട്ട് ആദ്യം നമ്മൾ ഗ്ലാസ്സിൽ ഇട്ട് വെക്കുക കേട്ടോ. ഈ ഗ്ലാസ്സിൽ പിന്നെ മൊത്തത്തിൽ കാണിച്ചു കൊടുക്കട്ടെ അജോ, മൊത്തത്തിൽ ഇതിലിട്ട് കൊടുത്തു. ഇനി ഇതാ തൊട്ടടുത്തത് നമ്മൾ എന്ത് ചെയ്യാണ്, കട്ട് ചെയ്യാണ് അത് ചായ. എന്നിട്ട് നമ്മൾ ആ സ്പൂൺ ഉപയോഗിക്കുന്നില്ല. ഇനി അങ്ങനെ മിക്സിങ്ങിൻ്റെ പ്രശ്നം എന്താ, അപ്പോൾ ഇതിൽ നമ്മൾ കുറച്ചിട്ടു. അത് കഴിഞ്ഞ് ഇതിപ്പോൾ രണ്ടാമത്തെ കേട്ടോ. മൂന്നാമത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ചായപ്പൊടി കട്ട് ചെയ്യുന്നു, ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അടുത്തത് കോൾ വരുന്നുണ്ട്. നമ്മൾ പലപ്പോഴും വ്യൂവേഴ്സിനോട് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കോൾ ചെയ്യരുത്, മെസ്സേജ് അയക്കണം, വാട്സപ്പ് ചെയ്യണമെന്ന് പറയാനുള്ള ഒരു കാരണം ഇതാണ്. നമ്മളിങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ വിളി വരിക. അപ്പോൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോൺ എടുക്കാൻ പറ്റില്ല. അടുത്തത് നമ്മളിതാ പൊട്ടിച്ചിട്ട് ഇതാണ്. അങ്ങനെ 5 ടൈപ്പ് ചായപ്പൊടികൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിൽ ഗ്ലാസ്സിലിട്ടു. ഓക്കെ, ഇനി നമ്മൾ ആ നനഞ്ഞ പേപ്പറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്താൽ തന്നെ കളർ മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. പിങ്ക് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു കുറച്ച് പൊടികൾ നമ്മൾ ഇവിടെ വെതറി കൊടുത്തു. നനഞ്ഞ പേപ്പർ, ഇതിൻ്റെ പൊടി ഇത് എടുക്കാൻ പറ്റില്ല, ഒന്നും കൂടി കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൊടി നമ്മൾ കുറച്ച് ഇതിൻ്റെ നേരെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇത് 2 10 രൂപേൻ്റെ പാക്കറ്റാണ്, ഇത് 30 രൂപേൻ്റെ പാക്കറ്റാണ്. നമ്മളിവിടെ ഇട്ടു. ഇനി നമ്മൾ ഇത് 25 രൂപേൻ്റെ പാക്കറ്റാട്ടോ. ഓക്കെ, ഇത് നമ്മളിതാ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ ലൂസ് വാങ്ങിയതാണ്, ലൂസ്. ഇത് നമ്മളിതാ ഈ ഒരു സൈഡിലും ഇങ്ങനെ ഇട്ട് കൊടുത്തു. നമ്മൾ ഈ ജഗ് ഇവിടുന്ന് മാറ്റാം കേട്ടോ. ഓക്കെ, ഈ ജഗ്ഗാണ് കൊണ്ടുവച്ചാ വീണ് വരുതേ. അപ്പോൾ ഇതാ 3 ചെയ്ത് നമ്മൾ ആ ടെസ്റ്റ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പിന്നെ ഒരു പറയുന്ന ഒരു കാര്യം, ഈ ക്ലാസ്സിൻ്റെ ഒരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ നമ്മൾ ഇതുപോലെ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മായം കലർത്തിയതാണെങ്കിൽ അതിൻ്റെ കളർ മാത്രം മേലെ വന്ന് നിൽക്കും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ പിന്നെ ഈ ഒരു പേപ്പറിൻ്റെ കാര്യം പറയണത്, ഇതിൽ പിങ്ക് ഒരു മിനിറ്റ് ഞാൻ ഒന്നുകൂടി നോക്കട്ടെ. അതിൽ പറയുന്നൊരു കാര്യം, ഏതൊക്കെ കളറാണ്,
സ്റ്റാൻഡേർഡ്സ് ഓഫ് പരിശോധനയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിറം നോക്കിയാണ് പറയുന്നത്. മഞ്ഞ, പിങ്ക്, ചുവപ്പ് നിറം കണ്ടാൽ മായമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ നമ്മൾ നനഞ്ഞ പേപ്പറിൽ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ചായപ്പൊടി അല്പം എടുത്തുകൊണ്ട് നനഞ്ഞ ഒരു വെളുത്ത കടലാസിൽ വിതറിയിടുക. അല്പം കഴിഞ്ഞ് നോക്കിയാൽ കടലാസിൽ മഞ്ഞ, പിങ്ക്, ചുവപ്പ് എന്നീ നിറങ്ങൾ കാണുകയാണെങ്കിൽ ഇത് മായം കലർന്ന ചായപ്പൊടിയാണ് എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ ഗ്ലാസിന്റെ കാര്യം കൃത്രിമം ആ ഗ്ലാസിൽ വെള്ളം നിറച്ച ശേഷം അതിൽ തേയിലപ്പൊടി കുറച്ചിടണം. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം വെള്ളത്തിന് മുകളിൽ നിൽക്കും. തുടർന്ന് തേയില ഗ്ലാസിന്റെ താഴെ എത്തും. പച്ചവെള്ളത്തിൽ തേയില ചേർക്കുമ്പോൾ നിറം പെട്ടെന്ന് പടരുന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ആ ടെസ്റ്റാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പം അങ്ങനെ ഒരു മഞ്ഞ കളറ് തേയിലയില് വെള്ളം ഉറ്റിയൊരു കളറിന്റെ അപ്പുറത്തേക്ക് ഒരു മഞ്ഞ കളർ കാണുന്നതുണ്ടോ ഏതെങ്കിലും? ഇല്ല. അപ്പോൾ ഇതില് പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ടെസ്റ്റോട് കൂടി ഈ ചായപ്പൊടികൾ മായമുണ്ട് മായമില്ല എന്നുള്ളത് തീർപ്പാക്കാൻ നമ്മളാളല്ല കേട്ടോ. അതിന് നമ്മൾ അതോറിറ്റി അല്ല, അങ്ങനെ പറയാൻ നമുക്ക് പറ്റൂല. പക്ഷെ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചായപ്പൊടികളാണ്. നമ്മളെ തൊട്ടടുത്ത അങ്ങാടിയിൽ നിന്ന് തോട്ടശ്ശേരിയറെന്നും കുന്നമ്പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങുന്ന ചായപ്പൊടികളാണ് ഇതൊക്കെ. അപ്പം നമ്മൾ കുടിക്കുന്ന ചായപ്പൊടി അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചായക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പൊടികളിൽ മായം ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അതിനുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വാർത്ത മാത്രമാണ്, ആ വാർത്താ ചാനലിൽ വന്ന ആ ഒരു വിവരം വെച്ച് മാത്രമാണ് നമ്മളിത് ചെയ്തത്. അല്ലാതെ ഇതിൻ്റെ ഏറ്റവും ഫൈനൽ ടെസ്റ്റും ഫൈനൽ റിസൾട്ടും ഒന്നല്ല. ഇത് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഈ ചായപ്പൊടി ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ചായപ്പൊടി ഉപയോഗിക്കാൻ പറ്റൂല എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരിക്കലും പറയാൻ പറ്റൂല. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി കണ്ടപ്പോൾ നമ്മളൊന്ന് നമ്മളെ ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് വാങ്ങണ്ട അല്ലെങ്കിൽ ഇത് വാങ്ങാമെന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടെസ്റ്റ് നടത്തിയതാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടിയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടി നോക്കുക. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ശാസ്ത്രീയമായിട്ടുള്ള ടെസ്റ്റുകൾക്ക് വേറെ അയക്കുന്നതും നന്നാവും. അപ്പോൾ ഇതിലിപ്പോൾ കളർ ചേഞ്ചിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു മഞ്ഞ കളറ് എന്ന് പറയാൻ ഇതിൽ എല്ലാ തേയിലയിലും എന്തുണ്ട്, ഒരു ലൈറ്റ് കളർ വന്നിട്ടുണ്ട്. കാണിച്ചു കൊടുത്താ അത് ചായപ്പൊടിയുടെ നിറമാണോ മായാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. എന്തായാലും പറഞ്ഞ പോലെ ഭയങ്കരമായിട്ടുള്ള മഞ്ഞ കളർ ഇല്ല, ഒരു ലൈറ്റ് മഞ്ഞ ഇതിൽ കാണുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് ഇട്ട. ക്ലാസ്സിലാണെങ്കിൽ അങ്ങനെ കളറായിട്ടൊന്നും എവിടെയും പൊന്തി നിൽക്കണില്ല. മൊത്തത്തിൽ ഈ പറഞ്ഞ മഞ്ഞ കളർ ഉണ്ടല്ലോ അത് ക്ലാസ്സിലും ഉണ്ട്. അത് തേയിലക്ക് ഒരു കളർ ഉണ്ടല്ലോ, ചായ ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയാമല്ലോ തേയിലക്ക് ഒരു കളർ ഉള്ളത്, ആ ഒരു കളറാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ. നമുക്കിപ്പോൾ ഇതിലേതും അങ്ങനെ മായ ഉണ്ട് എന്നോ ഇല്ലയെന്നോ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ചായപ്പൊടികൾ അങ്ങനെ വളരെ വ്യക്തമായിട്ട് മായ ഉണ്ട് എന്നുള്ളത് അറിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ആ ചായപ്പൊടി ഉപയോഗിക്കാതിരിക്കുക. നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം.